ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മനുഷ്യ ആയുസ്സിന്റെ ഏകദേശം 1/3 ഉറക്കവുമായി ബന്ധപ്പെട്ട് കഴിയുന്നു എന്നതൊരു വസ്തുതയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിന്റെ 1/3, അതായത് 8 മണിക്കൂർ ഉറക്കവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് വെച്ച് 8 മണിക്കൂർ എല്ലാവരും ഉറങ്ങുന്നവരാണ് എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. ഉറങ്ങാത്തവരും ഉണ്ടാകാം. സാധാരണ രീതി അങ്ങനെ ആവാൻ സാധ്യതകളുണ്ട് എന്നാണ് ചുരുക്കം. അങ്ങനെയെങ്കിൽ ഉറക്കത്തിന് ഇസ്ലാം പറഞ്ഞ അദബുകൾ പാലിച്ച് പ്രാഥമികമായി അത്തരം കാര്യങ്ങളോട് ബന്ധപ്പെടുത്തി ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കം ഇബാദത്ത് ആകുന്നതോടൊപ്പം നിലവിൽ ഇബാദത്തായ ഉറക്കത്തിന്റെ കൂടെ ഉണരുന്നവരെ, അതായത് ഏകദേശം സുബഹി വരെ അവൻ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്ന പദവിയും കിട്ടാൻ മഹാന്മാർ പഠിപ്പിച്ച ഒരു വഴിയുണ്ട്. ആദ്യം അത് നമുക്ക് പറയാം. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്തും അമൽ ചെയ്യാനുള്ള ഭാഗ്യവും നൽകട്ടെ. മഹാന്മാർ പഠിപ്പിക്കുന്നു, മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരണി: മാമിൻ അബ്ദിൻ യലഉ ജംബഹു അലൽ ഫിറാശി ഫയദ്കുറുല്ലാഹ തആല ഫയുദ്രികുഹു അൻ-നൗമു വഹുവ കദാലിക ഇല്ലാ കതബ ദാകിറൻ ഇലാ അൻ യസ്തൈഖിള. ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടന്നു. അവൻ തന്റെ വിരിപ്പിൽ കിടക്കുന്ന നേരം ഫയദ്കുറുല്ലാഹ, അള്ളാഹനെ ദിക്ർ ചൊല്ലിക്കൊണ്ട്, അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലിക്കൊണ്ട്, റബ്ബിനെ ഓർത്താണ് കിടക്കുന്നത്, ദിക്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അങ്ങനെ ദിക്ർ ചൊല്ലിക്കിടക്കുന്ന മനുഷ്യൻ ഫയുദ്രികുഹു അൻ-നൗമു, അവന് ഉറക്കം പ്രാപിച്ചു, ഉറക്കം വന്നെത്തി, അവൻ ഉറങ്ങിപ്പോയി. വഹുവ കദാലിക, അവനങ്ങ് ഉറങ്ങിപ്പോയി. എന്നാൽ ഇല്ല കതബ ദാകിറ, അള്ളാഹുവിന്റെ മലക്ക് അവനെ കുറിച്ച് ദിക്ർ ചൊല്ലുന്നവനാണ് ഇവൻ എന്ന് രേഖപ്പെടുത്തുമത്രേ അവൻ ഉണരുന്നവരെ. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം നൽകട്ടെ. അപ്പൊ ദിക്ർ ചൊല്ലിക്കൊണ്ട് ഉറങ്ങിപ്പോവാം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറാം. പലരും നമ്മോട് മിക്കവാറും പരാതി പറയുന്നത് കിടന്നിട്ട് ഉറക്കം വന്നില്ല. ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടക്കണ്ട, കിടന്നുകൊണ്ട് ദിക്ർ ചൊല്ലാൻ തീരുമാനിക്കാം. കുറെ ദിക്ർ അങ്ങ് ചൊല്ലിക്കഴിയുമ്പോ തന്നെ ഉറങ്ങിപ്പോവും. അങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ ആ ഉറക്കം ദിക്ർ ചൊല്ലുന്ന അവസ്ഥയിലായി മഹാന്മാരായ മലക്കുകൾ രേഖപ്പെടുത്തുമത്രേ. ഇനി കണ്ടോളൂ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങാൻ നേരം ദിക്റുമായി ബന്ധപ്പെട്ട് വേണം ഉറങ്ങാ എന്നത് നിർബന്ധമുള്ള കാര്യവും കൂടിയാണ്. കാണാം, ഹദീസ് മഹാനായ ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട് ഒരു ഹദീസ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു: വമൻ ഇൽതജഅ മൽജഅൻ ലാ യദ്കുറുല്ലാഹ തആല ഫീഹി കാനത അലൈഹി മിനല്ലാഹി തിറാം. ഒരാള് ഒരു കിടപ്പറയെ സമീപിച്ചു, ഉറങ്ങാൻ തീരുമാനിച്ചു, അവൻ പോയി കിടന്നു. ലാ യദ്കുറുല്ലാഹ തആല ഫീഹി, ആ കിടക്കാൻ പോയോടത്ത് വെച്ച് ദിക്റുകളുമായൊന്നും ബന്ധമില്ലാതെയാണ് വെറുതെ പോയി കിടക്കുക. അങ്ങനെ കിടന്നുറങ്ങിയാൽ അള്ളാഹുവെങ്കിൽ നിന്നും അവന് കാവല് നഷ്ടപ്പെട്ട അവസ്ഥ ഉണ്ടാകുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിങ്കിൽ നിന്നും അവന് പൂർണ്ണമായ കാവലില്ല, കാവൽ നഷ്ടപ്പെട്ട അവസ്ഥ അവന് ഉണ്ടാകുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നേരെ തിരിച്ചുമുണ്ട്. ഇമാം തുർമുദിയുടെ ജാമിഉൽ കാണാം ഹദീസ്: മാമിൻ മുസ്ലിമിൻ യഖുദു മൽജഅഹു ബിഖിറാഅത്തി സൂറത്തിൻ മിൻ കിതാബില്ലാഹി ഇല്ലാ വക്കലല്ലാഹു ബിഹി മലക ഫലാ യഖ്റുബുഹു ശൈഉൻ യുഅ്ദീഹ്. ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ കലാമിൽ നിന്നും ഏതെങ്കിലും ഒരു സൂറത്ത്, ചെറുതാവാം വലുതാവാം, ഒരു സൂറത്ത് ഓതിക്കൊണ്ടാണ് കിടക്കുന്നതെങ്കിൽ, പരിശുദ്ധ ഖുർആൻ ദിക്റാണല്ലോ, അങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ മലക്ക് കാവൽ നിൽക്കുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ ഉണരുന്നവരെ മലക്കിന്റെ കാവലുണ്ടാവും. എന്തൊരു വലിയ ആനുകൂല്യമാണ്! ഉറങ്ങാ എന്നത് അനിഷേധ്യമായി ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യം. അതോടൊപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താ ശ്രദ്ധിക്കാനുള്ളത്? ദിക്ർ ചൊല്ലിക്കൊണ്ട് ഉറങ്ങാ. ദിക്ർ ചൊല്ലി 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 ഉറങ്ങി അങ്ങ് പോവാ. ഉറങ്ങാൻ തീരുമാനിക്കുമ്പോ തന്നെ ആദ്യം തന്നെ മൊബൈലൊക്കെ അലാറം വെക്കേണ്ട മൊബൈലാണെങ്കിൽ മൊബൈൽ അലാറം വെച്ചിട്ട് അത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കണം. ആ നീല വെളിച്ചം മുഖത്തേക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങാ എന്നുള്ള ആ ശരീരത്തിന്റെ സ്വാഭാവികമായും ഉണ്ടാകേണ്ട ആ രീതിയെ, ആ പ്രകൃതത്തെ തന്നെ അങ്ങ് മാറ്റിക്കളയും. ഉറങ്ങാൻ തീരുമാനിച്ചവർ അലാറം വെക്കേണ്ട മൊബൈൽ അലാറം വെച്ച് ഒരു അല്പം അങ്ങ് മാറ്റി വെക്കാം. ആ സാധനം കയ്യിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഒരു തസ്ബീഹ് മാല കൈ പിടിക്കാം, അല്ലെങ്കിൽ വിരലുകൊണ്ട് എണ്ണം പിടിക്കാം.
ദിക്ർ ചൊല്ലാൻ തീരുമാനിച്ചാൽ പുതിയ യുഗത്തിലെ മനുഷ്യന് വളരെ സന്തോഷകരമായി ഉറങ്ങാൻ പറ്റും എന്നത് തീർച്ചയുള്ള കാര്യമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അത്രത്തോളം ഉറക്കവുമായി ബന്ധപ്പെട്ട് ദിക്റിനെ ചേർക്കാവുന്നതാണ്. ആ ദിക്ർ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കി തരും. ആ ഉറക്കത്തിലെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം ഉറപ്പല്ലേ? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവനാണ്, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവനാണെന്ന പദവി ഓൾറെഡി അവനുണ്ട്. നിലവിൽ ആ അവസ്ഥയിലാണ് അവനുള്ളത്. ആ അവസ്ഥയിലായ ഒരു മരണം സംഭവിച്ചാൽ എന്തുകൊണ്ടും ലാഭമാണ്. അള്ളാഹു പൊരുത്തപ്പെട്ട നേരത്ത് മാത്രം മരിക്കാൻ അള്ളാഹു നമ്മുടെ ആയുസ്സിനെ നീട്ടി നീട്ടി തരട്ടെ, അവന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ റഹീം. ഇനി കണ്ടോളൂ, മഹാന്മാര് പഠിപ്പിക്കുന്നു, അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്ന ഒരു മനുഷ്യന് അള്ളാഹു പാപം പുറത്തു കൊടുക്കാണ്. നമ്മൾ അങ്ങോട്ട് ദിക്ർ ചൊല്ലുമ്പോൾ അള്ളാഹു ദിക്ർ എന്ന് പറയുന്ന ഒരു അമലിൽ ഇങ്ങോട്ട് ഇടപെടുന്നുണ്ട്. അള്ളാഹുവിൽ നിന്നും ഒരു പ്രതികരണം ദിക്റായി തന്നെ വരുന്നുണ്ട്. അള്ളാഹുവിന്റെ ദിക്ർ എന്ന് പറയുന്നത് പടച്ചവൻ മാപ്പ് ചെയ്യലാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അടിമ അള്ളാഹുവിന് ദിക്ർ ചൊല്ലുമ്പോൾ അള്ളാഹു ആ അടിമക്ക് മാപ്പ് ചെയ്യലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്ന് മഹാന്മാര് പഠിപ്പിക്കാണ്. അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ദിക്ർ കൊണ്ട് ദുനിയവിയും ഉഖറവിയുമായ നേട്ടം ഉണ്ടാക്കാൻ കഴിയും. സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം, മഹാനവറുകൾ പറയുന്നു, ഒരു ദിക്ർ ഒരാൾ ചൊല്ലുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ആ ദിക്ർ ചൊല്ലുന്നത് രണ്ട് ദിക്റുകളുടെ ഇടയിലായിട്ടായിരിക്കും. അതൊരു തത്വമാണ്, മഹാനവറുകൾ കണ്ടെത്തിയ ഒരു തത്വമാണ്. വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. വൽ ഇസ്ലാമു, ഇസ്ലാമിക ചരിത്രത്തിൽ പല പ്രമുഖരുടെയും ദീനി ആശ്ലേഷണം, ഇസ്ലാം മതം സ്വീകരിക്കൽ ഉണ്ടായിട്ടുള്ളത് ബൈന സൈഫൈനി, രണ്ട് യുദ്ധങ്ങൾക്കിടയിൽ വെച്ചുകൊണ്ടാണ്. മഹാനവറുകൾ വീണ്ടും പറയുന്നു, വദ്ദംബു, സാധാരണ ഒരു തെറ്റ് ലോകത്ത് സംഭവിക്കുന്നത് ബൈനൽ ഫർളൈനി, രണ്ട് ഫർളുകളുടെ ഇടയിലായ. മഹാനവറുകളോട് ഇതെന്താണ് ഈ പറഞ്ഞത് എന്ന് ഉദ്ദേശിച്ചത് എന്താണ് എന്നൊക്കെ ചോദിച്ച് സ്വഹാബികൾ വിശകലനം ആവശ്യപ്പെട്ടപ്പോ മഹാനവറുകൾ ഈ പറഞ്ഞതിനൊരു വിശദീകരണം കൊടുത്തത്, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഒരു ദിക്ർ ലോകത്ത് ഒരാളിൽ നിന്നും ഉണ്ടാവുന്നത് വേറെ രണ്ട് ദിക്റുകളുടെ ഇടയിലായി എന്ന് ഒന്നാമത് പറഞ്ഞു. എന്താണ് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം എന്നറിയുമോ? അന്നൽ അബ്ദ ലാ യഖ്ദിറു അലാ ദിക്രില്ലാഹി തആല മാ ലം യദ്കുറുഹു അല്ലാഹു ബിത്തൗഫീഖ്. അല്ലാഹുവിനെ ദിക്ർ ചൊല്ലാൻ ഒരാൾക്ക് കഴിയണമെങ്കിൽ അള്ളാഹു അതിനുള്ള തൗഫീഖ് കൊണ്ട് അവന് വേണ്ടി ദിക്റാവണം. ദിക്റാവ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവനെ ഓർക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് അവനിൽ എത്തിക്കണം. അതൊരു ദിക്റാണ്. തൗഫീഖ് കിട്ടിയാൽ, തൗഫീഖ് എന്ന് പറയുന്ന ദിക്റിന് ശേഷം ഈ അടിമ ദിക്ർ ചൊല്ലൽ ഉണ്ടാവുന്നു. ഇവൻ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ഇവനെ അള്ളാഹു ഇവൻ ചൊല്ലുന്ന ദിക്റിന് പകരമായി ദിക്ർ കൊണ്ട് സമീപിക്കും, അതായത് മഗ്ഫിറത്ത് കൊണ്ട് സമീപിക്കും. അപ്പോ ഒരു ദിക്ർ എന്നിൽ നിന്നുണ്ടായാൽ അതിനു മുമ്പ് അള്ളാഹുവിന്റെ ഒരു ദിക്റുണ്ട്, ശേഷവും അള്ളാഹുവിന്റെ ദിക്റുണ്ട്. അപ്പൊ ദിക്ർ ചൊല്ലുന്നവർക്ക് അള്ളാഹു ഇങ്ങനെ ഒരു വലിയ വലയം കൊടുത്തിരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ഇസ്ലാമിക ചരിത്രത്തിൽ പല പ്രമുഖരും ദീനിലേക്ക് കടന്നു വന്നത് രണ്ട് യുദ്ധങ്ങളുടെ ഇടയിൽ വെച്ചാണ് എന്ന് പറഞ്ഞാൽ നമുക്കതിന് ഉദാഹരണം ധാരാളം ആളുകളെ കാണാൻ കഴിയും. ഒന്നാമത് പറയാം, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഉഹദിൽ മുസ്ലിം പക്ഷത്തിന്റെ എതിർ ദിശയിലായിരുന്നു, ശത്രുപക്ഷത്തിലായിരുന്നു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉഹദിൽ വെച്ച് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും മുസ്ലിം സമൂഹത്തിനുണ്ടായിട്ടുണ്ട്. പിന്നീട് ഇസ്ലാമിൽ വന്നു. പിന്നെ ആ മഹാൻ മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ മുഅ്തത്തിന്റെ രണഭൂമിയിൽ പടപുരുതാൻ തയ്യാറായി. അപ്പൊ ഈ രണ്ട് യുദ്ധങ്ങളുടെ ഇടയിലാണ് മഹാന്റെ ജീവിതം, ഇസ്ലാം നിൽക്കുന്നത്. മഹാനായ വഹ്ശി ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു ഉഹദിലായിരുന്നു. ഇതേ ഉഹദിൽ നിന്നും വഹ്ശി റളിയല്ലാഹു അൻഹു ഇസ്ലാമിക സമൂഹത്തിന് എതിരെ യുദ്ധം ചെയ്ത് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു. വഹ്ശി ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു പിന്നെ മുസ്ലിമായി. പിന്നെ മുസൈലിമത്തുൽ കദ്ദാബിനെ കൊല്ലുന്നതും വഹ്ശിയാണ് റളിയല്ലാഹു അൻഹു. അപ്പൊ രണ്ട് യുദ്ധങ്ങളുടെ ഇടയിൽ, രണ്ട് വാളിന്റെ ഇടയിലാണ് പല പ്രമുഖരുടെയും ഇസ്ലാമിക ആശ്ലേഷണം എന്ന് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. ഇനി പറയുന്നു, ലോകത്ത് ഒരു പാപം സംഭവിക്കുന്നുവെങ്കിൽ അത് രണ്ട് ഫർദിന്റെ ഇടയിലാണ് പാപം ഉള്ളത്.
ഒന്നാമത്തെ ഫറദ് ഏതാ? ആദ്യമുണ്ടാകുന്ന ഫറദ് തെറ്റുകളെ കണ്ടാൽ ബഹിഷ്കരിക്കണം എന്നത് നമുക്ക് ഫറദാണ്, നിർബന്ധമാണ്. അത് ബഹിഷ്കരിച്ചില്ല, തെറ്റ് കണ്ടാൽ ബഹിഷ്കരിക്കണം എന്നുള്ള ഫറദിന്റെ ശേഷമാണ് ഒരാൾ തെറ്റ് ചെയ്യുന്നത്. അത് ബഹിഷ്കരിക്കാതെ വരുമ്പോൾ, തെറ്റ് ചെയ്യുന്നവന്റെ മുന്നേ തെറ്റ് ചെയ്യരുത് എന്ന ഫറദ് മുന്നിലുണ്ട്, അത് അവഗണിച്ചവൻ തെറ്റ് ചെയ്തു. ഇനി തെറ്റ് ചെയ്താലോ തൗബ ചെയ്യൽ ഫറദാണ്. അതിനുശേഷം ഇപ്പൊ രണ്ട് ഫറദിന്റെ ഇടയിലാണ് ഒരു തെറ്റ് വരുന്നത്. അള്ളാഹു നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ ചേർക്കട്ടെ. അപ്പൊ അത്രത്തോളം മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ കാഴ്ചപ്പാട് മഹാന്മാരായ തസവുഫിന്റെ പണ്ഡിതന്മാർ ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. ദിക്ർ ചൊല്ലിയാൽ ഒരുപാട് ഗുണങ്ങൾ അള്ളാഹു നമുക്ക് തരും. ജന്മനാൽ നമ്മുടെ ഹൃദയത്തിൽ പിശാച് ഉണ്ട്. ദിക്ർ ഓതുമ്പോൾ, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട് ഹദീസ്, ദിക്ർ ഓതുമ്പോൾ, അതായത് വാങ്ക് വിളിക്കലോടുകൂടെ, ഒരു കുട്ടി ജനിച്ചാൽ വാങ്ക് വിളിക്കൂലോ, അതോടുകൂടെ പിശാച് അകലുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പൈശാചികമായ പ്രയാസങ്ങൾ തോന്നുന്നോടത്ത് അള്ളാഹുവിന്റെ ദിക്റിലേക്ക് മടങ്ങണമെന്ന് സ്വഹീഹ് മുസ്ലിമിലുണ്ട് ഹദീസ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വിശദീകരിക്കുന്നില്ല. ഏതായാലും ദിക്റുമായി ബന്ധപ്പെടുമ്പോൾ പിശാച് അകന്നു പോവുകയാണ്. അതുകൊണ്ട് പിശാച് ഇടപെടാനുള്ള എല്ലാ സ്ഥലത്തും അള്ളാഹുവിന്റെ ദീന് ദിക്ർ വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണിത്. ബാത്റൂമിൽ കയറുമ്പോൾ, ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, ഭക്ഷണം കഴിച്ച ശേഷം, നിസ്കാരം, ഒളു, ശുദ്ധി, കുളി, എല്ലാം ദിക്റുമായി ബന്ധപ്പെട്ട. എന്തിനേറെ അന്ത്യയാമങ്ങളിലെ ശാരീരിക വീഴ്ചകളിൽ പോലും ഭാര്യയും ഭർത്താവും ദിക്ർ ചൊല്ലണമെന്നാണ്. എല്ലാ സ്ഥലങ്ങളിലും ദിക്റുണ്ട്. വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ദിക്ർ, വീട്ടിലേക്ക് കയറുമ്പോൾ ദിക്ർ, എല്ലാ മേഖലകളിലും വസ്ത്രം ധരിക്കുമ്പോൾ, വസ്ത്രം അഴിക്കുമ്പോൾ എല്ലാം ദിക്റുമായി ബന്ധപ്പെടുന്നു. പാചകം ചെയ്യുമ്പോൾ ദിക്റുണ്ട്, ബിസ്മി ചൊല്ലിയിട്ടാവണം. പാചകം ചെയ്യുന്നവർ ലഇലാഫി ഖുറൈശ് ഓതിക്കൊണ്ടിരിക്കണം. പാചകം ചെയ്യുന്നതിന്റെ ഇടയിൽ ആയത്തുൽ കുർസി ഓതാവുന്നതാണ്. ഇതൊക്കെ ദിക്റാണ്. ദിക്റുള്ളോടത്ത് പിശാചില്ല, ദിക്റുള്ളോടത്ത് പിശാചില്ല. അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കാണാമല്ലോ, സൂറത്തുന്നാസിന്റെ അവസാന ഭാഗത്ത് കാണാമല്ലോ. സൂറത്തുന്നാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഖുൽ അഊദു ബിറബ്ബിന്നാസ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. അള്ളാഹുവോട് അഭയം തേടാണ്. എന്തിനെ തൊട്ട് അഭയം തേടുന്നു? മനുഷ്യരിൽ ദുർബോധനം നടത്തുന്ന പിശാചിന്റെ ശല്യത്തെ തൊട്ട്, അവന്റെ വസ്വാസിനെ തൊട്ട്, ഷർറിനെ തൊട്ട് കാവൽ തേടാണ്. ഈ വാക്കുണ്ടല്ലോ, ഇതിനർത്ഥം പറഞ്ഞിട്ടുണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഈ ആയത്തിന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്, ഹുവ ശൈത്വാൻ നായിമുൻ അലൽ ഖൽബി. ഒരു മനുഷ്യന്റെ മനസ്സിന്റെ അകത്ത് ഉറങ്ങുന്ന ശൈത്വാനാണ് ഈ ഖന്നാസ്. ഖന്നാസ് എന്ന് പറയുന്ന ശൈത്താൻ മനുഷ്യന്റെ മനസ്സിന്റെ അകത്താണ് ഉറങ്ങുന്നത്. ഫൈദാ ദക്കറല്ലാഹ്, അല്ലാഹനെ അങ്ങ് ഓർത്താൽ, ദിക്ർ ചൊല്ലുമ്പോൾ ഇവൻ എണീറ്റ് ഓടും. ഒരു മനുഷ്യൻ ദിക്ർ ചൊല്ലാൻ വിട്ടുപോകുമ്പോൾ പിശാച് വസ്വാസ് ആക്കുമെന്ന് സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ദിക്ർ ചൊല്ലാൻ മറന്നു പോകുമ്പോൾ മനസ്സിന്റെ അകത്ത് പിശാച് എവിടെ കിടന്നുറങ്ങുന്നത്? മനുഷ്യന്റെ മനസ്സിന്റെ അകത്ത് കിടന്നുറങ്ങാം. ചിലർ പറയാറില്ലേ, ഒരു ചില ലേഖനത്തിലൊക്കെ കാണാം, അവനിൽ ഉറങ്ങിക്കിടന്ന മൃഗം സടകുടഞ്ഞ് എഴുന്നേറ്റു, അപ്പോഴാണ് അവിടെ ബലാത്സംഗം ഉണ്ടായെന്നൊക്കെ പറയാറുണ്ട്. മൃഗമൊന്നും അല്ലടോ, അത് പിശാചാ. മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ മനസ്സിന്റെ അകത്ത് ഇബ്ലീസ് കയറി കിടന്ന് ഉറങ്ങാം, പിശാച് ശൈത്താൻ കയറി കിടന്ന് ഉറങ്ങാം. ദിക്ർ ചൊല്ലുമ്പോൾ അവൻ എണീറ്റ് പോവും. ദിക്ർ ചൊല്ലുന്നില്ല എങ്കിൽ അവൻ അവിടെ വെച്ചുകൊണ്ട് ആ മനസ്സിന്റെ അകത്ത് വസ്വാസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, ഹറാം ചിന്തിപ്പിക്കും. ഹറാം ചെയ്യാൻ ഒരു മനുഷ്യന് ഇന്ന് എത്ര സാഹചര്യങ്ങളാ. എല്ലാവരും ഇഷ്ടപ്പെടുന്നത് തനിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഹറാം ചെയ്യാനുള്ള തോന്നല് മനസ്സിന്റെ അകത്ത് കൊടുക്കും. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. ഖുർആൻ പറഞ്ഞത്, മനസ്സിൽ കിടന്നുറങ്ങുന്ന ആ ഖന്നാസ് എന്ന് പറയുന്ന പിശാചുണ്ടല്ലോ, അവന്റെ പണി അള്ളാഹനെ ഓർക്കലില്ലാത്തപ്പോ ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാക്കലാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വസ്വാസ് എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ നമുക്ക് അടുത്ത ദിവസം വൈകാതെ തന്നെ ചെയ്യാനുണ്ട്.
അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് തനിച്ച് അതൊരു വിഷയമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. തൽക്കാലം ആ വിഷയം ഞാൻ അവിടെ നിർത്താണ്. ഏതായാലും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാ വസ്തുക്കളെയും നമുക്ക് കഴുകി വൃത്തിയാക്കാൻ പറ്റും. എല്ലാ വസ്തുക്കളെയും കഴുകി വൃത്തിയാക്കാൻ പറ്റും. ലികുല്ലി ശൈഇൻ സിഖാൽ, എല്ലാ വസ്തുക്കളെയും കഴുകി വെളുപ്പിച്ചെടുക്കാൻ പറ്റും. എന്നാൽ വസിഖാലുൽ ഖൽബി ദിക്റുല്ലാഹ്, മനുഷ്യന്റെ പാപം കൊണ്ട് കറുത്തുപോയ മനസ്സിനെ കഴുകിയെടുക്കാൻ ദിക്ർ കൊണ്ട് സാധ്യമാവൂ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാർ ഉദ്ധരിക്കുന്നത് കാണാം, ഇദാ ദഖല റജുലു ബൈതഹു ഫസല്ലമ, ഒരാൾ തന്റെ വീട്ടിലേക്ക് വന്നു കയറാണ്. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലേക്ക് ചെല്ലാണ്. ആ സമയത്ത് ഫസല്ലമ, വീടിന്റെ വാതിൽക്കൽ നിൽക്കുന്ന വീട്ടുകാരിയോട് അല്ലെങ്കിൽ മക്കളോട്, വാതിൽ തുറന്നു വരുന്ന വീട്ടിന്റെ അകത്തുള്ള ആളോട് പുറത്തുനിന്ന് വരുന്ന ഞാൻ സലാം പറഞ്ഞുകൊണ്ടാണ് കയറുന്നതെങ്കിൽ, ഖാല ശൈത്വാൻ, സലാം പറഞ്ഞുകൊണ്ടൊരു വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ ആ വീട്ടിലുള്ള ശൈത്വാൻ പറയും, അപ്പൊ എന്റെ വീട്ടില് ശൈത്താനില്ലാന്ന് ആരും ചിന്തിക്കേണ്ട, എല്ലാ വീട്ടിലും വന്നു പോവാം, എല്ലാ വീട്ടിലൂടെയും ഇവൻ വന്ന് പോവാൻ സാധ്യതയുണ്ട്. ആ വീടിന്റെ അകത്ത് അഭയം പ്രാപിക്കാൻ വേണ്ടി വന്ന പിശാച് അവിടെ നിന്നുകൊണ്ട് ഈ പുറത്തു വന്ന ആള് സലാം പറയുന്നത് കേൾക്കുമ്പോൾ അവൻ പറയും, ലാ മഖീല, ഇവിടെ ഇന്ന് താമസിക്കാൻ കഴിയൂല. മഖീല എന്ന് പറഞ്ഞാൽ കൈലൂലത്ത് ഉറങ്ങാൻ പറ്റുന്ന സ്ഥലം എന്നാ. സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്ന ഒരു ഉറക്കമുണ്ട്, ഒരു 11 മണിക്ക് ശേഷം ലോഹറിന് മുമ്പായിട്ട് കൈലൂലത്ത് ഉറക്കം. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് അത് സുന്നത്തുണ്ട്, ഒരു ചെറിയ ഉറക്കം. അത്രയും എന്താ പറയാ, ശല്യമില്ലാതെ ഉറങ്ങാൻ പറ്റുന്ന ഒരു നേരാണ്. അത്രയും ശല്യമില്ലാതെ ഉറങ്ങാൻ പറ്റുന്ന ഒരു സാധ്യതയാണ് കൈലൂലത്തിന്റെ ഉറക്കം. ആ പരിഗണനയാണ് സാധാരണ നമ്മുടെ വീട്ടിൽ ശൈത്താൻ വന്ന ഉറങ്ങാൻ വേണ്ടിയിട്ട്, അവൻ കയറി കിടക്കാൻ വേണ്ടിയിട്ട്, ആ വീട് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് അവൻ അവകാശം പോലെ വരുന്നത്. വീടിന്റെ പുറത്തുനിന്ന് വരുന്ന ആള് വീട്ടിലുള്ള ആൾക്ക് അങ്ങോട്ടൊരു സലാം പറയുമ്പോൾ അവിടെ ഒരു ദിക്റാണ് സംഭവിക്കുന്നത്. അള്ളാനെ ഓർക്കുന്ന എല്ലാം ദിക്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ദിക്ർ സംഭവിക്കലോടുകൂടെ ശൈത്താൻ പറയും, പടച്ചോനെ ഇന്ന് ഇനി ഇവിടെ കിടക്കാൻ പറ്റില്ലല്ലോ, ലാ മഖീൽ, ഇന്നിവിടെ കിടന്നുറങ്ങാൻ കഴിയില്ല, ഇന്നിവിടെ പാർക്കാൻ പറ്റൂല. കാരണം എന്താണെന്നറിയുമോ, സലാം പറയാ എന്നത് അള്ളാനെ ഓർക്കുന്ന ഒരു ദിക്റാണ്. ആ ദിക്ർ പറഞ്ഞിട്ട് ഒരാൾ ഈ വീട്ടിലേക്ക് കയറിയ ഇന്നിവിടെ ഞങ്ങൾക്ക് സ്ഥാനമില്ല. ഇനി കണ്ടോളൂ, വൈദാ ഉതിയ ബിത്വാമിൻ, ഭക്ഷണം കൊണ്ടുവരപ്പെട്ടപ്പോൾ ആരോ ആ ഭക്ഷണത്തിന് വേണ്ടി ബിസ്മി ചൊല്ലുകയാണ്. ശൈത്താൻ അപ്പോഴും പറയും, ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണമില്ല, ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ കഴിയില്ല. ഫയഖ്റുജു ഖായിബാ, അവൻ അവിടെ നിന്നും നിസ്സാരനായി നാണം കെട്ടിറങ്ങി പോകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അത്രത്തോളം നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ദിക്റിന്റെ സ്ഥാനം വലുത് തന്നെയാണ്. അല്ലെങ്കിലും നമ്മുടെ വീട്ടിൽ ദിക്റുമായി ബന്ധപ്പെട്ട ഒരു സ്വഭാവമില്ലെങ്കിൽ പിശാച് വന്നുകൂടും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എന്താ? ഒരു മനുഷ്യൻ, ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹി, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഒരു മനുഷ്യൻ അയാളുടെ വീട്ടിൽ അൽബഖറ പാരായണം ചെയ്യണം എന്നാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അൽബഖറ പാരായണം ചെയ്യണം. എന്റെ പൊന്നു ഉസ്താദെ, ഒരു ചെറിയ സൂറത്താണ്, അരക്കൈ നോക്കായിരുന്നു. അൽബഖറ ഓതി വരുമ്പോഴേക്കും ഒരുപാട് സമയം പിടിക്കും. അൽബഖറ മുഴുവനും ഓതാൻ പറ്റുന്ന ദിവസത്തോളം മുഴുവനും ഓതാം. അൽബഖറയിൽ നിന്നും എന്തെങ്കിലും ഓതാൻ പറ്റിയാൽ അത്രയും ഓതാൻ പറ്റുന്നിടത്തോളം എങ്കിലും ഓതാം. അൽബഖറയിൽ നിന്നും ഓതാൻ പറ്റുന്നിടത്തോളം, എനിക്ക് തോന്നുന്നു ഒരു 40-45 പേജാണ് മിക്കവാറും അൽബഖറ ഉണ്ടാവാം. ഒറ്റ ഇരിപ്പിന് തീർക്കേണ്ട, രാവിലെ കുറച്ച് ഓതാ, വൈകുന്നേരം ഓതാ, കുറേശ്ശെ ആയിട്ട്. അൽബഖറ 5 വഖത്ത് നിസ്കാരത്തിന്റെ കൂടെ മുമ്പും ശേഷമായിട്ട് കുറേശ്ശെ ഓതുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരു പിശാചും വരൂല. എത്ര വലിയ പിശാചിനെ നമ്മുടെ വീട്ടിൽ നിന്നും ആട്ടി ഓടിക്കാൻ എല്ലാ വീട്ടിലും ഈ സൂറത്ത് ഓതിയാ മതി, അൽബഖറ ഓതിയാ മതി. സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് ഹദീസ് കാണാം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തജഅലൂ ബുയൂതകും മഖാബിറ, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശവപ്പറമ്പാക്കല്ലേ.
പിശാചിന്റെ ഏറ്റവും വലിയ ഒരു വാസസ്ഥലമാണ് ഈ ശവപ്പറമ്പ്. പള്ളിക്കാട്ടിലും ജിന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്. ജിന്ന് എന്നത് പിശാച് എന്നതിന്റെ അടിസ്ഥാന രൂപമാണ്. ജിന്നുകളിൽ കാഫിറായവരെ പിശാച് എന്ന് പറയാം, ശൈത്വാൻ എന്ന് പറയാം. മനുഷ്യനെ മറവ് ചെയ്യപ്പെടുന്നിടത്തും വിജനമായ സ്ഥലത്തൊക്കെ ഇവർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇൻഷാ അല്ലാഹ് ജിന്ന് പിശാചൊക്കെ നമുക്ക് പിന്നെ ഒരു ദിവസം വിശാലമായ ഒരു ക്ലാസ് തന്നെ എടുക്കാം. ഒരു ക്ലാസ് അല്ല, 2-3 ക്ലാസ് വേണ്ടി വരും. ജിന്ന്, പിശാച്, സിഹർ ഒക്കെ പറയാനുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോ നിങ്ങളുടെ കുടുംബങ്ങളെ പിശാചിന്റെ വാസസ്ഥലങ്ങളായ ശവക്കല്ലറകളാക്കല്ലേ എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പല അർത്ഥങ്ങളുണ്ട്. ഒരു ശവപ്പറമ്പിൽ, ഒരു ഖബർസ്ഥാനിൽ, അങ്ങനെ പറയാം. മുസ്ലിങ്ങളുടേതാവുമ്പോ ഖബർസ്ഥാൻ എന്ന് പറയും, അല്ലെങ്കിൽ ഒരു ശവപ്പറമ്പ് മുസ്ലിം അല്ലാത്ത, എന്തായാലും മനുഷ്യനെ മറവ് ചെയ്യുന്ന സ്ഥലം. അവിടെ പൊതുവെ അവിടെ മറവ് ചെയ്യപ്പെട്ട ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും നമ്മൾ കാണുന്നില്ല. നിശബ്ദതയാണ്. നിങ്ങളുടെ വീടുകളിൽ നിശബ്ദത ഉണ്ടാവല്ലേ എന്നും ഈ ഹദീസിന് അർത്ഥം പറഞ്ഞവരുണ്ട്. അതല്ല, പിശാചിന്റെ വാസസ്ഥലങ്ങൾ എന്ന നിലയിൽ നിങ്ങളുടെ വീടുകൾ ശവപ്പറമ്പിനോട് തുല്യത പുലർത്തല്ലേ എന്നും അർത്ഥം പറഞ്ഞവരുണ്ട്. നിങ്ങളുടെ വീടുകൾ ശവപ്പറമ്പ് പോലെ ആക്കല്ലേ. എന്താ കാര്യം? ശവപ്പറമ്പിൽ പിശാചുണ്ട്. നിങ്ങളുടെ വീട്ടിലേക്കും പിശാച് വരാം. ജിന്നുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരാം. എന്താണ് ഇതിന് പരിഹാരം? ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈത്തിൽ ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്നും പിശാച് വെറുപ്പോടുകൂടെ ഇറങ്ങി ഓടുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നഫറ യൻഫിറു എന്ന് പറഞ്ഞ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവാന്നാ, എടച്ചിലുണ്ടാക്കി പോവാ, പിണങ്ങിപ്പോവാ. പിണങ്ങിപ്പോയാൻ അർത്ഥം എന്താ? ഇണങ്ങി വരൂല, ഇഷ്ടപ്പെടാതെ വെറുത്തു പോവാ. നഫറ യൻഫിറു. സാധാരണ നഫറ യൻഫിറു പ്രയോഗം തന്നെ നമ്മൾ വളർത്തുന്ന മൃഗങ്ങളൊക്കെ കയറ് പൊട്ടിച്ചിട്ട് ഓടിപ്പോവില്ലേ, ആ ഒരു അവസ്ഥയ്ക്കാ നഫ്റ് പറയാ. വെറുപ്പ് കാണിച്ച്, മോട്ട് കാണിച്ച്, കുസൃതി കാണിച്ചു പോവാം. കണ്ടോ, റസൂലുള്ളാഹി പറയുന്നു, ഒരു വീടിന്റെ അകത്താൽ ബഖറ പാരായണം ചെയ്താൽ എല്ലാ പിശാചും ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കണ്ടോളൂ, ഇത് നമുക്ക് പ്രയാസാണെന്നറിയാം. പണ്ടൊക്കെ ഹദ്ദാദ് കഴിക്കാറുണ്ട് വീടുകളില്. ഹദ്ദാദ് കഴിക്കുമ്പോ എന്താ? അൽ ബഖറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഓതും. ഹദ്ദാദ് ഓതുമ്പോ ആദ്യം അൽ ബഖറയുടെ ആദ്യ ഭാഗം ഓതും. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ, ആദ്യത്തെ 5 ആയത്ത് ഓതും. ഹദ്ദാദ് കഴിക്കുമ്പോ പിന്നെ ആയത്തുൽ കുർസി ഓതും അൽ ബഖറയുടെ ഇടയെന്ന്. ഹദ്ദാദ് കഴിക്കുമ്പോ ആമൻ റസൂൽ ഓതും. അൽ ബഖറ പൂർണ്ണമായി ഓതാ നമ്മുടെ വീട്ടിൽ പറ്റുന്നില്ലെങ്കിൽ പറ്റുന്നോടത്തോളം ഓതാ. തീരെ പറ്റുന്നില്ലെങ്കിൽ അൽ ബഖറയുടെ ആദ്യത്തെ 5 ആയത്ത്, പിന്നെ ആയത്തുൽ കുർസി, പിന്നെ അതിന്റെ അവസാന ഭാഗം ഓതാ. ഈ പറയപ്പെട്ട ഭാഗങ്ങളെല്ലാം പിശാചിൽ നിന്നുമുള്ള സംരക്ഷണവും ഈമാൻ സലാമത്താവാനുള്ള സംരക്ഷണവുമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആദ്യത്തെ 5 ആയത്ത് വലിയ മഹത്വമുള്ളതാ. മുഅ്മിനീങ്ങളെ കുറിച്ച് പറയുന്നതാ. ഈമാൻ സലാമത്താവാൻ അത് കാരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അൽ ബഖറ ഏകദേശം അവിടെ എത്താണ്. കണ്ടു, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, സ്വഹീഹുൽ ബുഖാരി, ഇന്ന മൻ ഖറഅ ബിൽ ആയതൈൻ മിൻ ആഖിരി സൂറത്തുൽ ബഖറത്തി ഫീ ലൈലത്തിൻ കഫത്താ. ഒരാള് അൽ ബഖറയുടെ അവസാന ഭാഗം, അതായത് ആമന റസൂല്, ഒരു രാത്രി വീട്ടിൽ വെച്ച് പാരായണം ചെയ്താൽ അവന് സംഭവിക്കാൻ പോകുന്ന എല്ലാ ആപത്തുകളും, ബുദ്ധിമുട്ടുകൾ, അതിപ്പോ കള്ളന്റെ ശല്യാണെങ്കിലും അത് വേറെന്തെങ്കിലും ഇടങ്ങേറുകളാണെങ്കിലും എല്ലാത്തിൽ നിന്നും അൽ ബഖറയുടെ അവസാന ഭാഗം പാരായണം ചെയ്യൽ കൊണ്ട് കാവൽ കിട്ടുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അൽ ബഖറ വീട്ടിലുണ്ടായാൽ പിശാചിന്റെ പ്രയാസങ്ങൾ മാറും. അൽ ബഖറ എന്നത് അള്ളാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും വലിയ ദിക്റാണ്, ഏറ്റവും വലിയ സൂറത്താണ്. ഖുർആൻ മുഴുവനും ദിക്റാണ്. അൽ ബഖറ വീട്ടിലുണ്ടാവണം. കാണാം ഒരു സംഭവം സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം. മഹാനായ സ്വഹാബി പ്രമുഖൻ ഉസൈദ് ഇബ്നു ഹുദൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണുന്ന ഹദീസാണ്. മഹാനവറുകൾ പറയുന്നു, ഒരിക്കൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ അൽ ബഖറ പാരായണം ചെയ്തു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പന്തയ കുതിരകളുടെ കൂട്ടത്തിൽ നല്ല ഉഷാറുള്ള കുതിരയായിരിക്കും പന്തയ കുതിര.
മത്സരത്തിനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ കുതിരക്കാണ് ആ പ്രയോഗം നടത്തുക. ഫർസ് എന്ന് പറയും. പന്തയ കുതിര അവിടെ കെട്ടിയിടപ്പെട്ട അവസ്ഥയില് അദ്ദേഹം ഇങ്ങനെ അൽബക്കറ പാരായണം ചെയ്യാണ് രാത്രി. പക്ഷേ ഈ കുതിരയുടെ അടുക്കലേക്ക് മഹാനവറുകൾ നോക്കിയപ്പോൾ കുതിര ഓടുന്നു, ചാടുന്നു. തന്റെ ശബ്ദം കേൾക്കുമ്പോ, അൽബക്കറ പാരായണം ചെയ്യുന്ന കേൾക്കുമ്പോ കുതിര കിടന്ന് ഇങ്ങനെ ബഹളം വെക്കുക. ആ സമയം മഹാനവറുകൾ കുറച്ചു നേരം ഓതാതിരുന്നു നോക്കി. അപ്പോൾ കുതിര ശാന്തമായി ശബ്ദമുണ്ടാക്കുന്നില്ല. പിന്നെ മഹാനവറുകൾ ഓതി ഫജാലത്ത്. അപ്പോൾ കുതിര വീണ്ടും വീണ്ടും ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ഫസക്കത്ത്, അപ്പോൾ മഹാനവറുകൾ മിണ്ടാതിരുന്നു. ഫസക്കത്ത്, അപ്പോൾ കുതിര മിണ്ടാതിരുന്നു. അങ്ങനെ അങ്ങനെ മഹാനവറുകൾ അത് പരീക്ഷിച്ചു കൊണ്ടിരുന്നു. എത്രത്തോളം മഹാനവറുകൾ അൽബക്കറ പൂർത്തിയാക്കിയില്ല, അടച്ചു വെച്ചിട്ട് പോയി. എന്താ കാരണം എന്നറിയോ? ഈ കുതിര കിടന്ന് ഓടുന്ന, ചാടുന്ന, ബഹളം വെക്കുന്ന, കുതിര ഇടച്ചിലുണ്ടാക്കുന്നോടത്ത് അദ്ദേഹത്തിന്റെ പൊന്നുമോൻ യഹ്യ എന്ന് പറയുന്ന കൊച്ചുകുട്ടി ചേർന്ന് നിൽക്കുന്നുണ്ട് ഈ കുതിരയുടെ അടുത്ത്. കുതിര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടുകൂടൊക്കെ ചെയ്യുമ്പോൾ കുട്ടിക്ക് അപകടം പറ്റുമോ എന്ന ഒരു അലിവ് മനസ്സിൽ തോന്നി. കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോന്ന് ഓർത്ത് അൽബക്കറ പൂർത്തിയാക്കിയില്ല. ഇങ്ങനെ ഒരു പ്രത്യേകമായ അവസ്ഥ കണ്ടപ്പോൾ, അസാധാരണമായി കുതിരക്കുണ്ടായ സ്വഭാവം കണ്ടപ്പോൾ മഹാനവറുകൾ പതുക്കെ മുകളിലേക്ക് നോക്കി. ആ സമയത്തുണ്ടല്ലോ ആകാശത്തിൽ മഹാനവറുകൾ വെളിച്ചം കണ്ടു. ആ വെളിച്ചമാകട്ടെ മഹാനവറുകളുടെ വീടിനോട് ചേർന്ന് വരികയാണ്. ആ വെളിച്ചം മഹാനവറുകൾ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. സുബഹിയായപ്പോൾ മഹാനവറുകൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നബിയെ, കുട പോലെ രൂപപ്പെട്ട ഒരു പ്രത്യേകമായ പ്രകാശത്തിന്റെ ആവരണം എന്റെ വീടിന്റെ നേരെ ഇറങ്ങി വരുന്നു. ഞാൻ ഇന്നലെ അൽബക്കറ പാരായണം ചെയ്തപ്പോ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പേടിച്ചു പോയി. എന്റെ മോൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. കുതിര കടന്ന് ഓടുകയും ചാടുകയും ചെയ്യുമ്പോൾ കുട്ടിക്ക് അപകടം പറ്റുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ അത് പൂർത്തിയാക്കിയില്ല. റസൂലുള്ളാഹി പറഞ്ഞു, ഉസൈദ് ഇബ്നു ഹുദൈറെ, താങ്കൾ അൽബക്കറ പാരായണം ചെയ്യൽ തുടരണം വീട്ടിൽ. കാരണം അൽബക്കറയിൽ ഒരുപാട് മഹത്വം ഉണ്ടെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനവറുകൾ പറയാണ്, യാ റസൂലല്ലാഹ് കുതിരയുടെ അടുത്ത് എന്റെ മോൻ യഹ്യ ഇരുന്നുകൊണ്ട് ഇന്നലെ ഓതാൻ പറ്റാതിരുന്നത് പൂർത്തിയാക്കാൻ പറ്റിയില്ല നബിയെ. ഞാൻ ഒരു പ്രകാശം കണ്ടു. റസൂലുള്ളാഹി പറഞ്ഞു, മോനെ ഉസൈദ് ഇബ്നു ഹുദൈറേ, ആ പ്രകാശം എന്താണെന്ന് നിനക്കറിയുമോ? മഹാനവറുകൾ പറഞ്ഞു, എനിക്ക് അറിയില്ല നബിയെ. തിൽക്കൽ മലായികത്തു, നീ കണ്ട വെളിച്ചം മലക്കുകളാണ് ഉസൈദേ. ദനച്ചിലി സൗതിക, നിന്റെ ശബ്ദം കേട്ടപ്പോൾ ആ മലക്കുകൾ ഇറങ്ങി വന്നതാണ്. വലൗ ഖറഅത ലഅസ്ബഹത യൻളുറുന്നാസ് ഇലൈഹാ ലാ തതവാറാ മിൻഹും. സുബഹി വരെ ഇരുന്ന് നീ ഓതിയാൽ ആ പ്രകാശം അങ്ങനെ തന്നെ നിലനിൽക്കും. ജനങ്ങൾ വന്ന് നോക്കി നിൽക്കാം. ആ പ്രകാശം കണ്ട് അത്ഭുതപ്പെട്ടു പോകും ആളുകൾ. നീ നേരത്തെ ഓത്ത് നിർത്തിയത് കാരണം സുബഹി വരാതെ അങ്ങ് തുടർന്ന് ഓതിയാ സുബഹി വരാ പ്രകാശം ഉണ്ടാവും. അപ്പൊ ആളുകളൊക്കെ വന്ന് കാണും. ആ പ്രകാശം അങ്ങനെ നിന്ന് എല്ലാവർക്കും കാണാൻ പറ്റും. അത്രത്തോളം അത് നിലനിൽക്കുമായിരുന്നു. അൽബക്കറയുടെ പോരിശ പറഞ്ഞു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേപോലെ തന്നെ ബുഖാരിയിലെ മറ്റൊരു ഹദീസ് ഉണ്ട്. ഈ സ്വഹാബി സൂറത്തുൽ കഹ്ഫ് ഓതുമ്പോഴും ഇതുപോലെ വന്നതായും ബുഖാരി തന്നെ മറ്റൊരു ഹദീസ് കാണാം. അപ്പൊ ഏതായാലും ഖുർആൻ പാരായണം വീട്ടിലുണ്ടാവണം, പ്രത്യേകിച്ച് അൽബക്കറ ഉണ്ടാവണം. എല്ലാ പിശാചും ദിക്ർ ചൊല്ലുമ്പോൾ ഓടും. വീട്ടിലെ പിശാചിനെ ഓടിക്കാൻ ഇങ്ങനെ ചെയ്യണം. മഹാന്മാരായ നമ്മുടെ തസവുഫിന്റെ ആലിമീങ്ങൾ, വലിയ വലിയ ഉസ്താദുമാരൊക്കെ പറയാറുണ്ട്, ഒരു വീട് പുതുതായി പണിത് അതിലേക്ക് താമസം മാറിയ 7 ദിവസം തുടർച്ചയായിട്ട് ആ വീട്ടിൽ അൽബക്കറ പാരായണം ചെയ്യണം. എന്തെങ്കിലും ഒരു പിശാചിന്റെ പ്രശ്നം ആ കുടുംബവുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ അത് അവിടുന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് അൽബക്കറ 7 ദിവസം തുടർച്ചയായി എല്ലാ വീടുകളിലും ഒന്ന് പാരായണം ചെയ്യാം. പ്രത്യേകിച്ച് പുതിയ വീടുകളിൽ തുടർച്ചയായി 7 ദിവസം അൽബക്കറ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്യണം. എല്ലാ ശൈത്താനും പോകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കാണാം. ഒറ്റ സംഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് വീണ്ടും മടങ്ങി വരാണ്. അൽബക്കറ വീടുകളിൽ പാരായണം ചെയ്യുമ്പോൾ പിശാച് ഇറങ്ങിപ്പോകും എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ വീടുകളിൽ പിശാച്ചുണ്ടോ? ഉണ്ട്.
മേൽക്കൂര വന്നു കഴിഞ്ഞാൽ പിശാച് വരും. അത് സ്വാഭാവികമാണ്. നമ്മുടെ വീടിന്റെ മുകളിലും മുറ്റത്തുമൊക്കെ ആയി കാക്കയും മറ്റു പക്ഷികളും വന്നിരിക്കുന്നതൊക്കെ നമ്മൾ കാണാറില്ല. നമ്മൾ വിളിച്ചിട്ട് വരുന്ന മനുഷ്യര് താമസിക്കുന്നിടത്തേക്ക് ഇത്തരം സാധനങ്ങൾ, ജിന്നുകൾ പോലെയുള്ളത് കയറി വരാൻ സാധ്യതയുണ്ട്. ഞാൻ എന്റെ വക പറഞ്ഞതല്ല. സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ ഫത്ഹുൽ ബാരിയിൽ നമുക്ക് ഹദീസ് കാണാം. മഹാനായ യസീദ് ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. മഹാനവറുകൾ വളരെ പ്രഗത്ഭനാണ്, ഹദീസ് ലോകത്ത് വളരെ വിശ്വസ്തനും കൂടിയാണ്. ആ മഹാനവറുകൾ പറയുന്നു, ഒരു ഹദീസ് പറയുന്നുണ്ട്, മാ മിൻ അഹ്ലി ബൈത്തിൻ ഇല്ലാ വഫീ സഖഫി ബൈതിഹിം മിനൽ ജിന്നി. എല്ലാ വീടിന്റെയും മച്ചിന്റെ മുകളിൽ, അതായത് മേൽക്കൂരയുടെ മുകളിൽ ജിന്നുകൾ ഉണ്ടാവാം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി. എല്ലാരും പേടിപ്പിച്ചു എന്ന് ചിന്തിക്കണ്ട. എന്റെ വീട്ടിലുണ്ട്, നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ട്. നമ്മൾ രാവിലത്തെ പ്രാതൽ ഭക്ഷണം അവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോ ഇവനിങ്ങോട്ട് ഇറങ്ങി വരും. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞ എല്ലാ ദിവസവും രാവാവട്ടെ പകലാവട്ടെ വാതിലടയ്ക്കുമ്പോ ബിസ്മി ചൊല്ലണം, ജനാല അടയ്ക്കുമ്പോ ബിസ്മി ചൊല്ലണം. ഒരു കാരണവശാലും നമ്മുടെ വീട്ടിലേക്ക് ഒരു ശൈത്താനും ബിസ്മി ചൊല്ലി അടച്ചോടത്തേക്ക് കയറില്ലെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് പിശാച് വീടുകളിൽ ഉണ്ടാവാം. മേൽക്കൂര വന്നാൽ, ഫത്ഹുൽ ബാരിയിലെ ഹദീസ്, മേൽക്കൂര വന്നാൽ പിശാചിന്റെ സാന്നിധ്യം കുടുംബങ്ങളിൽ ഉണ്ടാവാം. പിശാചിനെ ഓടിക്കാൻ വീട്ടിലേക്ക് കയറി വരുന്നവൻ സലാം പറഞ്ഞിട്ട് കയറാം. വീട്ടിലേക്ക് കയറിയാൽ കുൽഹു അല്ലാഹു അഹദ് ഓതാം. ഒരു കുൽഹു അല്ലാഹു അഹദ് ഓതാൻ എത്ര പ്രയാസ. 3 കുൽഹു അല്ലാഹു അഹദ് ഓതിയിട്ട് വീട്ടിലേക്ക് കയറി ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും മാറും. ആ വീട് ആ ഭംഗിയിൽ തന്നെ നിലനിൽക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വീട്ടിലേക്ക് പുറത്തുനിന്ന് കയറി വരുന്ന ആള് സലാം പറഞ്ഞ് ബിസ്മി ചൊല്ലി വീട്ടിലേക്ക് കയറിയിട്ട് ഖുൽഹു അല്ലാഹു അഹദ് ഓതണം. വസ്ത്രം അഴിച്ചു മാറ്റുന്നതിന് മുമ്പ് ഓതണം എന്നാ മഹാന്മാര് പഠിപ്പിച്ചു. എന്നാൽ അവന്റെ വീട്ടിൽ എല്ലാ ഐശ്വര്യവും ബർക്കത്തും ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ചെയ്യാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശൈത്താൻ വരും. ശൈത്താനെ ഓടിക്കാൻ ബിസ്മി ചൊല്ലണം. ബിസ്മി ചൊല്ലിയാൽ പിശാച് അകന്നു പോകും. عن جابر بن عبد الله رضي الله عنه قال رسول الله صلى الله عليه وسلم ദിക്ർ ചൊല്ലുമ്പോൾ ബിസ്മി ദിക്റാണ്, പിശാച് പോകും. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ്. ഇന്ന ശൈത്താന യഹ്ദുറു അഹദകും ഇൻദ കുല്ലി ശൈഇൻ മിൻ ശഅനിഹി. നിങ്ങളിൽ ഓരോരുത്തരുടെയും എല്ലാ പ്രവർത്തനത്തിലും പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാവാം. ഭക്ഷണം കഴിക്കുമ്പോഴും പിശാച് വന്നേക്കാം. അതുകൊണ്ട് ഭക്ഷണമൊക്കെ താഴെ വീണ് കഴിഞ്ഞാൽ താഴെ വീണ ഭക്ഷണത്തിൽ കരടോ ചെളിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, തട്ടിക്കളഞ്ഞാൽ അത് തിന്നാൻ യോഗ്യമാണെങ്കിൽ അത് ഉപേക്ഷിക്കരുത്, തിന്നോളണം എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാചിന് വേണ്ടി നിങ്ങളുടെ ഭക്ഷണത്തെ നിങ്ങൾ ഒഴിവാക്കല്ലേ. നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണത്തിന്റെ വേസ്റ്റ് വരുന്നുവെങ്കിൽ പരമാവധി വേസ്റ്റ് വരാതെ നോക്കുക. വന്നാൽ തന്നെയും അത് ഏതെങ്കിലും ജീവികൾക്കോ പുറത്തേക്ക് മാറ്റലോ ഒക്കെ ഉണ്ട് എങ്കിൽ, ഉദാഹരണം മീൻ തിന്നാൽ മത്സ്യത്തിന്റെ മുള്ളു പോലും വേസ്റ്റാണ്. ഇറച്ചി കഴിച്ചാൽ എല്ല് വേസ്റ്റാണ്. ബിസ്മി ചൊല്ലിയാണ് കളയാവൂ. ബിസ്മി എന്ന ദിക്ർ കൊണ്ട് പിശാചിനെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് വിലക്കി കളയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിശാച് കഴിക്കുന്നിടത്തൊന്നും ബർക്കത്തുണ്ടാവൂല. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഇദാ അക്കല അഹദുകും തുആമൻ ഫൽയഖുൽ ബിസ്മില്ലാഹ്. ബിസ്മി ചൊല്ലിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണത്തിൽ പിശാച് കൂടാൻ സാധ്യതയുണ്ട്. ബിസ്മി എന്ന ദിക്ർ കൊണ്ട് പിശാചിനെ അകറ്റണം. ഇനി ഒരാൾ ബിസ്മി ചൊല്ലുന്നത് തുടക്കത്തിൽ മറന്നാൽ ഇടയിലാണെങ്കിൽ പോലും ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്ന് ചൊല്ലാവുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത്രത്തോളം മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന പ്രമുഖനായ സ്വഹാബി പറയുന്നു, ഇദാ അക്കല അഹദുകും തആമൻ വലം യഖുൽ ബിസ്മില്ലാഹി അക്കല ശൈത്വാനു മഅഹു. ബിസ്മി ചൊല്ലാതെ തിന്നുന്ന ഭക്ഷണം പിശാച് കൂടെ ഇരുന്ന് കഴിക്കുമെന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഒരാൾ ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിൽ നിന്ന് പിശാച് ഒന്നും കഴിക്കൂല എന്ന് മാത്രമല്ല, നമ്മളിനി ബിസ്മി ചൊല്ലിയത് ഇടയിൽ വെച്ച് ഓർത്തപ്പോഴാണെങ്കിൽ അതുവരെ പിശാച് കഴിച്ചത് മുഴുവൻ ഛർദ്ദിച്ചു കളയുകയും അന്ന് പട്ടിണിയാവുകയും നമ്മോട് വെറുപ്പ് വന്ന് നമ്മളിൽ നിന്നും അകന്നു പോവുകയും ചെയ്യുമെന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കാം. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ ദിക്ർ കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയും. ഭക്ഷണം കഴിക്കുമ്പോഴും വീട്ടിലേക്ക് കയറുമ്പോഴും വീട്ടിലുള്ള ഏത് പിശാചിനെയും അൽബക്കറ കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് തൽക്കാലം ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു.